നമുക്കും ആ സൗഭാഗ്യം തരട്ടെ. വിഭാഗമകൾ മൻഫഅലഹുന്ന, 3 കാര്യങ്ങൾ ആരെങ്കിലും അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സിഖത്തൻ ബില്ലാഹി വഹ്തിസാബാ, അല്ലാഹു പ്രതീക്ഷിച്ചുകൊണ്ടും അല്ലാഹു പ്രതിഫലം നൽകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും ആരെങ്കിലും ചെയ്താൽ കാന ഹഖ്ഖൻ അലൈന, ആ മനുഷ്യനെ സഹായിക്കൽ അല്ലാഹുവിന്റെ ബാധ്യതയാണ്. എന്താണ്? 3 കാര്യം ഒരാൾ ചെയ്യുന്നു, ആ കാര്യം ചെയ്യുന്നത് അല്ലാഹുവിന് വേണ്ടിയാണെങ്കിൽ അല്ലാഹു പ്രതിഫലം നൽകണം എന്നാണ് ഉദ്ദേശമെങ്കിൽ അവരെ രക്ഷപ്പെടുത്തൽ അല്ലാഹുവിന്റെ ബാധ്യതയാണ്. അവരുടെ ജോലിയിൽ അല്ലാഹു കൂടെയുണ്ട്, കച്ചവടത്തിൽ അല്ലാഹു കൂടെയുണ്ട്, കുടുംബത്തിൽ അല്ലാഹു കൂടെയുണ്ട്, നാട്ടുകാരിൽ അല്ലാഹു കൂടെയുണ്ട്, അയൽപക്കത്തിൽ അല്ലാഹു കൂടെയുണ്ട്. ഈ 3 കാര്യം ചെയ്യുന്നവർ, ഒന്ന് മൻ സഅ ഫീ ഫികാകി റഖബത്തിൻ സിഖത്തൻ ബില്ലാഹി വഹ്തിസാബാ. അടിമകളുണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇവിടുന്ന് 150 വർഷങ്ങൾക്ക് മുമ്പ് അടിമ സമ്പ്രദായം ലോകത്തുനിന്ന് പാടെ ഇല്ലാതെയാക്കപ്പെട്ടു എന്ന് നമ്മുടെ ഉലമാ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 150 കൊല്ലം മുമ്പേ അടിമ സമ്പ്രദായമില്ല. പക്ഷേ അതുണ്ടായിരുന്ന ഒരു കാലം. അടിമത്തത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ ആരെങ്കിലും ഒരു അടിമയെ സഹായിച്ചാൽ അവരെ സഹായിക്കൽ അല്ലാഹുവിന് ബാധ്യതയാണ്. ആ അനുഭവം നമുക്ക് കിട്ടാൻ പ്രയാസമാണ്. രണ്ടാമത്തേത് വമൻ തസവ്വജ സിഖത്തൻ ബില്ലാഹി വഹ്തിസാബാ, അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ടും അല്ലാഹു പ്രതിഫലം നൽകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും ഒരാണോ ഒരു പെണ്ണോ വിവാഹത്തിലേക്ക് പ്രവേശിച്ചാൽ, കല്യാണത്തിലേക്ക് പ്രവേശിക്കുന്നു, ലക്ഷ്യമെന്താണ്? സിഖത്തൻ ബില്ലാഹ്, അല്ലാഹുവേ നീ ഇത് പൂർത്തിയാക്കി തരുമല്ല റബ്ബേ, നീ എന്നെ സഹായിക്കുമല്ല റബ്ബേ. ആർക്കാണ് ആ സ്വർഗ്ഗം അല്ലാഹു ഒരുക്കി വെച്ചത് എന്നറിയുമോ? മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു പറയുന്നു, ജന്നാത്തുൻ നഈമി ബൈനൽ ഫിർദൗസ് വ ജന്നാത്തു അദ്ൻ, ജന്നത്തു അദ്നിന്റെയും ജന്നത്തുൽ ഫിർദൗസിന്റെയും ഇടയിലുള്ള സ്വർഗ്ഗമാണ് ജന്നാത്തുൻ നഈം. അവിടെ അല്ലാഹു വിചാരന് പിന്മാറിയ ചെറുപ്പക്കാരനാണ്. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നാട്ടുകാരെ പേടിച്ച് പുറത്ത് അടി കിട്ടുമെന്ന് വിചാരിച്ചതല്ല. അല്ലേ നമ്മുടെ സായാഹ്ന പത്രങ്ങളുണ്ടല്ലോ, കാസർഗോഡ് വലിയ പേടിക്കേണ്ട സാധനം അതാണ്. അതിൽ വരുമെന്ന് പേടി. കാരണം ക്രൈം വാർത്തകളാണ് സായാഹ്ന പത്രക്കാർ വിടുക. ബസ്സിലും ട്രെയിനിലൊക്കെ അത് വിട്ടുന്ന ചെറുപ്പക്കാർ വായിക്കലും തട്ടിക്കൊണ്ടേയി മറ്റോട് പ്രസവിച്ചു അല്ലെങ്കിൽ ഇതായി, ഇങ്ങനത്തെ പച്ചയായ മോശപ്പെട്ട കാര്യങ്ങളാണ് ഒരു വിളിച്ചു പറയാം. അപ്പൊ പിടിച്ചു നിൽക്കുന്നത് തിന്മ വാർത്ത കൊണ്ടാണ്. അവരൊക്കെ എങ്ങനെ അള്ളാഹിന്റെ അടുത്ത് ഹിസാബിനെ പറയാൻ? അല്ലാഹു അല ഈ പത്രം നടത്തുന്നതൊക്കെ അള്ളാഹിന്റെ കോടതിയിൽ വന്നാൽ ഇതുപോലെയുള്ള വിഷയങ്ങളൊന്നും പബ്ലിഷ് ചെയ്യാൻ പാടില്ല. തിന്മകൾ പബ്ലിഷ് ചെയ്തിട്ട് എന്താ കാര്യം? തിന്മയിലേക്ക് ഒരു കുറിച്ച് കിട്ടുന്നല്ലാതെ. അപ്പോ അത് പേടിച്ചിട്ട് പിന്മാറി, അല്ലെങ്കിൽ നാട്ടുകാരെ പിടിച്ച് അടി കൂടുകയോ അല്ലെങ്കിൽ എനിക്കിന് വേറെ പെണ്ണ് കിട്ടൂലേ, അതാലോചിച്ച് എന്റെ കുടുംബത്തെ മാനക്കേടുണ്ട്, അതൊന്നല്ല. അള്ളാഹുവിനെ പേടിച്ച് പിന്മാറിയാൽ ഇങ്ങനത്തെ പെണ്ണുങ്ങൾക്കും നല്ല പുതിയാപ്പിളമാർ അവിടെ ഉണ്ടെന്നാണ്. പക്ഷെ അള്ളാഹു പച്ചയിൽ പെണ്ണുങ്ങൾ കാണുന്നുണ്ട് എന്ന് ഖുർആനിൽ പറയില്ല. അത് അള്ളാഹുവിന്റെ അദബുൽ ഹാർ, അള്ളാഹു ചാല റബ്ബിന്റെ ഒരു അദബാണ്. ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുണ്ട് എന്ന് പറയുന്ന പോലെ ഒരു പെണ്ണിന് ആണുണ്ട് എന്ന് പറയൽ അറബ് സംസ്കാരത്തിലും ഇസ്ലാമിക സംസ്കാരത്തിലും മോശപ്പെട്ടതാണ്. അതുകൊണ്ട് അള്ളാഹു ഒറ്റ വാക്ക് പറഞ്ഞു, ആണുങ്ങളെ പെണ്ണുങ്ങളെ നിങ്ങളുടെ കണ്ണുകൾ എന്തൊക്കെ ആശിക്കുന്നുണ്ടോ, ശരീരം എന്തിനെല്ലാം കൊതിവെക്കുന്നുണ്ടോ അതെല്ലാം അവിടെയുണ്ട്. ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് അവിടെ പുരുഷന്മാരുണ്ടോ ഭർത്താക്കന്മാരുണ്ടോ ഇതൊക്കെ അതിൽ പെട്ടുന്നാണ്, അതൊക്കെ അതിലുണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു തിന്മയിൽ നിന്ന് പിന്മാറിയ പെൺകുട്ടിക്ക് വ്യഭിചാരത്തിന്റെ വക്കോളം എത്തിയപ്പോൾ എന്റെ അള്ളാഹു എന്നെ കാണുന്നുവല്ലോ എന്ന് ആലോചിച്ച് പിന്മാറിയ പെണ്ണിനും അള്ളാഹു നൽകുന്ന പ്രതിഫലം ജന്നാത്തുൻ നഈമിലെ അതിസുന്ദരന്മാരായ ഭർത്താക്കന്മാരെന്ന് മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ വചനം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് സ്വർഗ്ഗലോകം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അല്ലാമ ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു അഖീൽ എന്നവർ പ്രഗൽഭനായ പണ്ഡിതനാണ്.
അബുൽ വഫാ ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനായ അല്ലാമ ഇബ്നുൽ ജൗസി അവരുടെ താരീഖിൽ അബുൽ മുദഫർ സിബ്ത് ഇബ്നുൽ ജൗസി അവരുടെ താരീഖിൽ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സമസ്ത സംരക്ഷണ റാലിയില നമ്മുടെ ഈ നഗരിയിലേക്ക് കടന്നു വരികയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഐതിഹാസികമായ സമസ്ത ശരീഅത്ത് സംരക്ഷണ റാലിയില നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. പുണ്യ സമസ്ത സിന്ദാബാദ്, പുണ്യ സമസ്ത സിന്ദാബാദ്, പുണ്യ സമസ്ത സിന്ദാബാദ്, പുണ്യ സമസ്ത സിന്ദാബാദ്, SKJU സിന്ദാബാദ്, SKJU സിന്ദാബാദ്, SKJU സിന്ദാബാദ്, SKJU സിന്ദാബാദ്, SKJM സിന്ദാബാദ്, SKJM സിന്ദാബാദ്, SYS സിന്ദാബാദ്, SYS സിന്ദാബാദ്, SMF സിന്ദാബാദ്, SMF സിന്ദാബാദ്, SKSSF സിന്ദാബാദ്, SKSSF സിന്ദാബാദ്, ശരീഅത്ത് സംരക്ഷണ റാലി സിന്ദാബാദ്, ശരീഅത്ത് സംരക്ഷണ റാലി സിന്ദാബാദ്, പുണ്യ ശരീഅത്തെന്നും പ്രസക്തം, പുണ്യ ശരീഅത്തെന്നും പ്രസക്തം, പുണ്യ ശരീഅത്തെന്നും പ്രസക്തം, പുണ്യ ശരീഅത്തെന്നും പ്രസക്തം, നിത്യം നൂതനം പ്രായോഗികം, നിത്യം നൂതനം പ്രായോഗികം, നിത്യം നൂതനം പ്രായോഗികം, നിത്യം നൂതനം പ്രായോഗികം, കൃത്യതയോടെ പഠിക്കാതെ, കൃത്യതയോടെ പഠിക്കാതെ, കൃത്യതയോടെ പഠിക്കാതെ, കൃത്യതയോടെ പഠിക്കാതെ, നേരാവണ്ണം നോക്കാതെ, നേരാവണ്ണം നോക്കാതെ, നേരാവണ്ണം നോക്കാതെ, നേരാവണ്ണം നോക്കാതെ, ഭരണഘടന മാനിക്കാതെ, ഭരണഘടന മാനിക്കാതെ, ഭരണഘടന മാനിക്കാതെ, ഭരണഘടന മാനിക്കാതെ, ശരീഅത്തിനെ മാറ്റിമറിക്കാൻ, ശരീഅത്തിനെ മാറ്റിമറിക്കാൻ, ശരീഅത്തിനെ മാറ്റിമറിക്കാൻ, ശരീഅത്തിനെ മാറ്റിമറിക്കാൻ നോക്കും കേന്ദ്ര സർക്കാരിന്റെ, നോക്കും കേന്ദ്ര സർക്കാരിന്റെ, നോക്കും കേന്ദ്ര സർക്കാരിന്റെ, നോക്കും കേന്ദ്ര സർക്കാരിന്റെ നീക്കം ഞങ്ങൾ പ്രതിരോധിക്കും, നീക്കം ഞങ്ങൾ പ്രതിരോധിക്കും, നീക്കം ഞങ്ങൾ പ്രതിരോധിക്കും, നീക്കം ഞങ്ങൾ പ്രതിരോധിക്കും. പുണ്യ സമസ്ത സിന്ദാബാദ്, പുണ്യ സമസ്ത സിന്ദാബാദ്, പുണ്യ സമസ്ത സിന്ദാബാദ്, പുണ്യ സമസ്ത സിന്ദാബാദ്, ശരീഅത്ത് സംരക്ഷണ റാലി സിന്ദാബാദ്, ശരീഅത്ത് സംരക്ഷണ റാലി സിന്ദാബാദ്, മുത്തലാഖിൻ പേര് പറഞ്ഞ്, മുത്തലാഖിൻ പേര് പറഞ്ഞ്, മുത്തലാഖിൻ പേര് പറഞ്ഞ്, മുത്തലാഖിൻ പേര് പറഞ്ഞ്, സർവേ എന്നൊരു തട്ടിപ്പും, സർവേ എന്നൊരു തട്ടിപ്പും, സർവേ എന്നൊരു തട്ടിപ്പും, സർവേ എന്നൊരു തട്ടിപ്പും, കമ്മീഷന്റെ വിടുവായത്വം, കമ്മീഷന്റെ വിടുവായത്വം തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുക, തിരിച്ചറിഞ്ഞ് പ്രതിഷേധിക്കുക. SKJU സിന്ദാബാദ്, SKJU സിന്ദാബാദ്, പുണ്യ സമസ്ത സിന്ദാബാദ്, പുണ്യ സമസ്ത സിന്ദാബാദ്, ഭരണഘടന മാനിക്കാതെ, ഭരണഘടന മാനിക്കാതെ, ഭരണഘടന മാനിക്കാതെ, ഭരണഘടന മാനിക്കാതെ, മൗലിക തത്വം ഗൗനിക്കാതെ, മൗലിക തത്വം ഗൗനിക്കാതെ, മൗലിക തത്വം ഗൗനിക്കാതെ, മൗലിക തത്വം ഗൗനിക്കാതെ, വ്യക്തി നിയമം തൊട്ട് കളിച്ച്, വ്യക്തി നിയമം തൊട്ട് കളിച്ച്, വ്യക്തി നിയമം തൊട്ട് കളിച്ച്, വ്യക്തി നിയമം തൊട്ട് കളിച്ച്, വൈവിധ്യത്തെ കളഞ്ഞു കുളിച്ച്, വൈവിധ്യത്തെ കളഞ്ഞു കുളിച്ച്, കോമാളിത്തം കാട്ടാതെ, കോമാളിത്തം കാട്ടാതെ, പക്വത കാട്ടു സർക്കാര്, പക്വത കാട്ടു സർക്കാര്. പുണ്യ സമസ്ത സിന്ദാബാദ്, പുണ്യ സമസ്ത സിന്ദാബാദ്, സമസ്ത ശരീഅത്ത് റാലി സിന്ദാബാദ്, സമസ്ത ശരീഅത്ത് റാലി സിന്ദാബാദ്, SKJU സിന്ദാബാദ്, SKJU സിന്ദാബാദ്, പുണ്യ സമസ്ത സിന്ദാബാദ്, പുണ്യ സമസ്ത സിന്ദാബാദ്, പുണ്യ ശരീഅത്തെന്നും പ്രസക്തം, പുണ്യ ശരീഅത്തെന്നും പ്രസക്തം, നിത്യം നൂതന പ്രായോഗികം, നിത്യം നൂതന പ്രായോഗികം, കൃത്യതയോടെ പഠിക്കാതെ, കൃത്യതയോടെ പഠിക്കാതെ, നേരാവണ്ണം നോക്കാതെ, നേരാവണ്ണം നോക്കാതെ, ഭരണഘടന മാനിക്കാതെ,
മാനിക്കാതെ ഭരണഘടന മാനിക്കാതെ ശരീഅത്തിനെ മാറ്റിമറിക്കാൻ നോക്കും കേന്ദ്ര സർക്കാരിന്റെ നീക്കം ഞങ്ങൾ പ്രതിരോധിക്കും പുണ്യസമസ്ത ജിന്ദാബാദ് ഭരണഘടന മാനിക്കാതെ മൗലിക തത്വം ഗൗനിക്കാതെ വ്യക്തി നിയമം തൊട്ടുകളിച്ച് വൈവിധ്യത്തെ കളഞ്ഞു കുളിച്ച് കോമാളിത്തം കാട്ടാതെ പക്വത കാട്ടൂ സർക്കാരെ പുണ്യസമസ്ത ജിന്ദാബാദ് SKJU ജിന്ദാബാദ് SKJM ജിന്ദാബാദ് SKJM ജിന്ദാബാദ് SYS ജിന്ദാബാദ് SMF ജിന്ദാബാദ് SKSF ജിന്ദാബാദ് പുണ്യസമസ്ത ജിന്ദാബാദ് ശരീഅത്ത് സംരക്ഷണ റാലി ജിന്ദാബാദ് പുണ്യശരീഅത്തെന്നും പ്രസക്തം നിത്യം നൂതനം പ്രായോഗികം വേണ്ട തീരെ വേണ്ട ഏക സിവിൽ കോഡ് ഒട്ടും വേണ്ട വേണ്ട തീരെ വേണ്ട ഏക സിവിൽ കോഡ് ഒട്ടും വേണ്ട ഭരണഘടന മാനിക്കാതെ മൗലിക തത്വം ഗൗനിക്കാതെ വ്യക്തി നിയമം തൊട്ടുകളിച്ച് വൈവിധ്യത്തെ കളഞ്ഞു കുളിച്ച് കോമാളിത്തം കാട്ടാതെ പക്വത കാട്ടൂ സർക്കാരെ പുണ്യസമസ്ത ജിന്ദാബാദ് SKJU ജിന്ദാബാദ് പുണ്യശരീഅത്തെന്നും പ്രസക്തം നിത്യം നൂതന പ്രായോഗികം കൃത്യതയോടെ പഠിക്കാതെ നേരാം വണ്ണം നോക്കാതെ ഭരണഘടന മാനിക്കാതെ ശരീഅത്തിനെ മാറ്റിമറിക്കാൻ നോക്കും കേന്ദ്ര സർക്കാരിന്റെ നീക്കം ഞങ്ങൾ പ്രതിരോധിക്കും പുണ്യസമസ്ത ജിന്ദാബാദ് നമ്മുടെ റാലി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. آمين. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم أوصل وبلغ مثل ثواب ما قرأنا وصلينا من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة متصلة مقبولة مرضية منا إلى حضرة روح نبينا وحبيبنا وشفيعنا ومرشدنا وهادينا مصطفى محمد صلى الله عليه وسلم. ثم إلى حضرات أصحاب البدريين والوحديين والخندقين وكيت الصحابة كلهم أجمعين. ثم إلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين عما إنك على كل شيء قدير. اللهم بحقهم وبجاههم اللهم اقض حاجاتنا وكل مرادنا وحسن مقصودنا ودفع بلاءنا واشف امراضنا يا رب العالمين. اللهم آتنا خير الدنيا وخير الآخرة واصرف عنا شر الدنيا وشر الآخرة.
اللهم سلمنا من آفات الدارين وارزقنا سعادات الدارين واكفنا من فضيحات الدارين. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم بارك لنا في كل أمورنا بركة تامة كما باركت على عبادك الصالحين. اللهم اشف أمراضنا وأمراض والدنا وأمراض أزواجنا وأمراض ذرياتنا وأمراض من تعلقوا بنا وأمراض من أوصانا بالدعاء واشفها يا شافي الأمراض شفاء تاما لا يغادر سقما ولا ألما ثم إلى أرواح من مات منا ثم إلى أرواح جميع المؤمنين عما إنك على كل شيء قدير. اللهم اجعل قبرنا وقبرهم روضة من رياض الجنة ولا تجعل قبرنا وقبرهم مفرة من نفر النيران. اللهم اغفر لنا واغفر لهم الله اجمع بيننا وبينهم في دار جناتك النعيم الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم عافنا من كل بلاء الدنيا ومصيبات كلها فتناتها وآفاتها وعذاب الآخرة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأستاذنا. ربنا ارحمهما كما ربيانا صغارا. آمين 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 برحمتك يا أرحم الراحمين. صلى الله. ശരീഅത്ത് സംരക്ഷണ റാലി പൊതുസമ്മേളനം ആരംഭിക്കുകയാണ്. നമ്മുടെ റാലി ഇതുവരെ അവസാനിച്ചിട്ടില്ല. മുഴുവൻ ആളുകളും സ്റ്റേജിന്റെ ഇടതുവശം ഇഷ്ടംപോലെ സ്ഥലങ്ങൾ സൗകര്യമുണ്ട്. ഗതാഗത തടസ്സം സൃഷ്ടിക്കാതെ പരമാവധി ആളുകൾ ഈ സദസ്സിലേക്ക് കടന്ന് നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തിയ സ്ഥലം ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കാസർഗോഡ് ഘടകം സംഘടിപ്പിച്ച ശരീഅത്ത് സംരക്ഷണ റാലി നാം പ്രതീക്ഷിച്ചതിലേറെ ആളുകൾ ഒത്തുചേർന്ന് വീണ്ടും ഒരു ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ഈ മഹാസംഗമം സമസ്തയുടെ കാസർഗോഡ് ജില്ലാ ട്രഷറർ KT അബ്ദുള്ള ഫൈസി ഉസ്താദ് സദസ്സിന് സ്വാഗത ഭാഷണം നടത്തുകയാണ്. ഈ മഹത്തായ പരിപാടിയിൽ നമ്മുടെ പ്രഗത്ഭരായ നേതാക്കന്മാർ, സാദാത്യങ്ങൾ, പ്രഗത്ഭരായ നമ്മുടെ അപ്രിയ നേതാക്കന്മാർ എല്ലാവരും ഒത്തുചേർന്നിട്ടുണ്ട്. നമ്മുടെ സമ്മേളനം ഇവിടെ ആരംഭം കുറിക്കുകയാണ്. ഒരിക്കൽ കൂടി എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, സമസ്തയുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, ആ വഴിയോരങ്ങളിൽ നിന്ന് നമുക്ക് വേണ്ടി തയ്യാർ ചെയ്ത ശംസുൽ ഉലമ നഗറിയിലേക്ക് കയറിയിരുന്നുകൊണ്ട് ഈ സദസ്സ് പരമാവധി ഉപയോഗപ്പെടുത്തി ഗതാഗത തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതിൽ നിന്ന് നാം മാനിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. السلام عليكم. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم. الحمد لله رب العالمين
والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد فأوصيكم ونفسي أولا بتقوى الله. اللهم اجعلنا من المتقين المخلصين الفائزين الفرحين الذين لا خوف عليهم ولا هم يحزنون. ഏറ്റവും ബഹുമാനപ്പെട്ട സാദാത്തുക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പോഷക സംഘടനകളുടെയും മുസ്ലിം ഉമ്മത്തിന്റെയും ഏക സിവിൽ കോഡിനെതിരെയുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഈ റാലി നമ്മുടെ വന്യരായ ശൈഖുന ശംസുൽ ഉലമായുടെ നാമധേയത്തിലുള്ള ഈ നഗരിയിൽ റാലി ഇവിടെ എത്തുന്നതോടുകൂടി പ്രിയപ്പെട്ട പ്രവർത്തകർ മുദ്രാവാക്യം വിളി അവസാനിപ്പിക്കുക. നമ്മൾ ശംസുൽ ഉലമ നഗരിൽ എത്തിയിരിക്കുന്നു. നമ്മളിവിടെ സാദാത്യങ്ങളുടെ അനുഗ്രഹീത സദസ്സിലാണുള്ളത്. നമ്മളിവിടെ പണ്ഡിത മഹത്തുക്കളുടെ മഹനീയ സദസ്സിലാണുള്ളത്. ഇനി മുദ്രാവാക്യം നിർത്തി നാം എന്താണ് ഇവിടെ ഉദ്ദേശിച്ചതെന്ന് പറയാൻ നമുക്ക് വേദി ഒരുങ്ങിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അവ്വലൻ വആഖിറ. വന്യരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, ഈ വേദി നിങ്ങളൊന്ന് കണ്ണോടിച്ചു നോക്കും. ഈ വേദിയിൽ മഹാന്മാരായ സാദാത്തുക്കൾ, മഹാന്മാരായ ജനനായകർ, ഉലമാക്കൾ, ഉമറാക്കൾ, നാട്ടിന്റെ എല്ലാം ഇവിടെ ഉണ്ട്. ഈ വേദിയിലേക്ക് നിങ്ങളൊന്ന് കണ്ണോടിക്കൂ. നമുക്ക് ഇവരുടെ ദുആയാണ്. നാം ഇവരോടൊപ്പമാണ്. ഇവരാണ് നമ്മുടെ നായകർ. നമ്മുടെ കാസർഗോഡ് ജില്ല അഥവാ മാലിക്കുദ്ദീനാറിന്റെ കാലടിപ്പാടുകൾ പതിഞ്ഞ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ ഭൂമിയായ കാസർഗോഡ് മാലിക്കുദ്ദീനാറിന്റെ മണ്ണിൽ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബികൾക്ക് ആതിഥ്യമരുളിയ കേരളക്കര, മഹാന്മാരായ സഹാബാക്കൾക്ക് ആതിഥ്യമരുളിയ കേരളക്കര, അവരുടെ പിൻഗാമികൾ ഇതാ ഈ വേദിയിൽ, ഈ പ്ലാറ്റ്ഫോമിൽ സമ്മേളിച്ചിരിക്കുകയാണ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമുക്ക് മറ്റൊരു ലക്ഷ്യവുമില്ല. നമുക്കൊരൊറ്റ ലക്ഷ്യമാണുള്ളത്, അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുവാൻ. ഇതുവരെ ഞങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു തന്നിരുന്ന സ്വാതന്ത്ര്യം ഇനിയും അനുവദിക്കണം. ഇനിയും ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾ അനുവദിച്ചു തരണമെന്ന് വിനയത്തോടുകൂടി അപേക്ഷിക്കുകയാണ്. അതിനാണ് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഈ വേദിയിൽ, ഈ റാലിയിൽ സംബന്ധിച്ച ആളുകൾ ആരാണ്? ഭരണകൂടം ശ്രദ്ധിക്കണം. ഭരിക്കുന്ന ജില്ല ഭരിക്കുന്നവരും സ്റ്റേറ്റ് ഭരിക്കുന്നവരും കേന്ദ്രം ഭരിക്കുന്നവരും എല്ലാവരും ശ്രദ്ധിക്കണം. ഞങ്ങളുടെ ശബ്ദം ന്യായമാണ്. ഞങ്ങളുടെ ആവശ്യം അന്യായമല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ 25-ാം വകുപ്പനുസരിച്ച്, ഖണ്ഡികയനുസരിച്ച് രാജ്യത്തെ ഓരോ വ്യക്തിക്കും ജീവിക്കാനുള്ള അവന്റെ മതവും അഭിപ്രായവും പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു തന്നിട്ടുണ്ട്. 25-ാം അംശം, 25-ാം വകുപ്പ് ഖണ്ഡിക അനുവദിച്ചു തന്നിട്ടുണ്ട്. അഥവാ ഹിന്ദുവിന് ഹിന്ദുവായി ജീവിക്കാം, മുസൽമാന് മുസൽമാനായി ജീവിക്കാം, ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയായി ജീവിക്കാം, ബുദ്ധന് ബുദ്ധനായി ജീവിക്കാം, ജൈനന് ജൈനനായി ജീവിക്കാം. മതം വേണ്ട എന്ന് പറയുന്നവർക്ക് മതമില്ലാതെ ജീവിക്കാം.
നിരീശ്വരവാദി, ഈശ്വരനില്ല എന്ന് പറയുന്നവർക്ക് നിരീശ്വരവാദിയായി ജീവിക്കാം. അതിനുള്ള ഒരു സ്വാതന്ത്ര്യം രാജ്യത്തിന്റെ പവിത്രമായ ഭരണഘടന, ബുദ്ധിമാനികൾ, ബുദ്ധിജീവികൾ ആസൂത്രണം ചെയ്തുണ്ടാക്കിയ ഭരണഘടന, ഇന്ന് വരെ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടന അനുവാദം തന്നിട്ടുണ്ട്. ആ അനുവാദം തുടർന്നുമുണ്ടാകണം. ഇത് പറയാനാ ഈ മഹാന്മാർ, ഈ നേതാക്കൾ, ഈ ഉസ്താദുമാർ, ഈ മുഅല്ലിമീങ്ങൾ, ഈ അധ്യാപകന്മാർ, ഈ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, സഹാദ് കുട്ടികൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നിങ്ങൾക്ക് ആരെയും വിമർശിക്കാനല്ല, ഞങ്ങൾ ആരെയും കുറ്റപ്പെടുത്താനല്ല. ഞങ്ങൾക്ക് ഭരണഘടന അനുവദിച്ചു തന്ന സ്വാതന്ത്ര്യം ഹനിക്കാൻ പാടില്ല, അതിന്റെ മേൽ കൈവെക്കാൻ പാടില്ല. അത് ഞങ്ങൾക്ക് വളരെ അങ്ങേയറ്റം വിഷമമുണ്ടാക്കുന്നതാണ്. ഭരണകൂടമേ, ഭരിക്കുന്നവരെ, നിങ്ങൾ ഈ ശബ്ദമൊന്ന് കേൾക്കണേ എന്ന് പറയാനാണ് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഇത് ന്യായമല്ലേ? ഇതിലെന്ത് അന്യായമാണുള്ളത്? ഞങ്ങൾ എന്ത് അക്ഷരക്കരാഹിത്യമാണ് പ്രവർത്തിക്കുന്നത്? ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. എല്ലാ ബഹുമാനവും എല്ലാ സർക്കാരുകൾക്കും വകവെച്ചു കൊടുത്തുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് അനുവദിച്ച് കിട്ടിയ, ഇന്നുവരെ ആസ്വദിച്ചിരുന്ന, എല്ലാവരും ആസ്വദിച്ചിരുന്ന ആ സ്വാതന്ത്ര്യം ഇനിയും ഞങ്ങൾക്ക് ആസ്വദിക്കാൻ അവസരം തരണം. ഞങ്ങളെ വിഷമിപ്പിക്കരുത്, ഞങ്ങളെ കരയിക്കരുത്, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് വിനയത്തോടുകൂടി ഭരണത്തോട്, ഭരണകക്ഷിയോട്, ഭരണകക്ഷിക്ക് നേതൃത്വം നൽകുന്ന പ്രൈം മിനിസ്റ്ററോടും മറ്റും ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടും ഇവിടുത്തെ ഭരണകൂടത്തിലെ എല്ലാവരോടും വളരെ നല്ല നിലയിൽ നിങ്ങൾ അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ ഒരു അവകാശം, അത് നിങ്ങൾ ഹനിക്കരുത് എന്ന് പറയാനാണ് ഈ മഹാന്മാർ ഇവിടെ ഒരുമിച്ച് കൂടിയത്, ഈ ഉലമാക്കൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്, ഈ മുതഅല്ലിമീങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ജനനായകർ, ജനപ്രതിനിധികളുണ്ട്, MLA-മാരുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ മഹല്ല് ജമാഅത്തിന്റെ പ്രസിഡന്റുമാരുണ്ട്, സംയുക്ത ജമാഅത്തിന്റെ പ്രസിഡന്റുമാരുണ്ട്, സംസ്ഥാന ജില്ലാ നേതാക്കൾ പലരുമുണ്ട്. എല്ലാ നേതാക്കൾക്കും പറയാനുള്ളത് ഇതാണ്. നിങ്ങൾ പറയുന്നതിൽ തെറ്റുണ്ടോ? ഇല്ലേ? ഇത് ഞങ്ങൾ പറയേണ്ടതുണ്ടോ? ഇത് ഞങ്ങളുടെ അവകാശമാണോ എന്ന് മനസ്സിലാക്കി തരാൻ, കൂടിയ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനുമാണ് ഞങ്ങളിവിടെ സംഘടിച്ചത്. അള്ളാഹു ഇത് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു ദിവസമായി അള്ളാഹു ഈ മജ്‌ലിസിനെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ആവശ്യം ഒറ്റവാക്കിൽ പറഞ്ഞാൽ, ഇന്ത്യ ഭരണഘടന മഹാന്മാര് ആസൂത്രണം ചെയ്തതാണ്. അത് കോടതികൾക്ക് അറിയാം, ജഡ്ജിമാർക്ക് വിശദീകരിക്കാൻ കഴിയും, വക്കീലന്മാർക്ക് അത് വായിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിയും സാധാരണ ജനങ്ങൾക്ക്. ഞങ്ങളുടെ കൂട്ടത്തിലുമുണ്ട് വക്കീലന്മാർ. അഡ്വക്കറ്റ് ഓണംപിള്ളി നമ്മുടെ ഈ വേദിയിൽ പ്രസംഗിക്കുന്നതായിരിക്കും. ഞാൻ ആദ്യമായി അദ്ദേഹത്തെ എടുത്ത് പറഞ്ഞല്ല, വക്കീലിന് പറഞ്ഞപ്പോൾ കൂടെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഒരു വക്കീലല്ല, 100 വക്കീലന്മാർ ഞങ്ങളുടെ കൂടെയുണ്ട്. അവരെല്ലാവരെയും ഇവിടെ ഈ രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ ഈ മഹനീയ യോഗത്തിൽ സ്വാഗതം പറയുകയാണ് വിനീതരായ എന്റെ ഉദ്യമം, എന്റെ ലക്ഷ്യം. അതിനു മുമ്പ് ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഈ കൂടിയ സാഗരം, ഈ കൂടിയ ജനസാഗരം, പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, ഉലമാക്കൾ, MLA-മാർ, സംയുക്ത ജമാഅത്ത് പ്രസിഡന്റുമാർ, പള്ളിക്കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, മഹല്ലുകൾ ഭരിക്കുന്ന സാരഥികൾ, ഇവിടെ കൂടിയ മുതഅല്ലിമീങ്ങൾ, പള്ളിയിൽ കിതാബ് ഓതിക്കൊടുക്കുന്ന, മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന, അറബി കോളേജുകളിൽ കിതാബ് ഓതിക്കൊടുക്കുന്ന ഉസ്താദുമാർ, യൂണിവേഴ്സിറ്റികളിൽ ജാമ്യകളിൽ കിതാബ് ഓതിക്കൊടുക്കുന്ന ഉസ്താദുമാർ, മഹാന്മാർ ഇവിടെ കൂടിയത് വളരെ നല്ല ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ആ ലക്ഷ്യം നിങ്ങൾക്ക് സാധിക്കണം. അള്ളാഹു സാധിപ്പിച്ചു തരുമാറാവട്ടെ, അള്ളാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ, അള്ളാഹു സാധിപ്പിച്ചു തരുമാറാവട്ടെ. ആരെയും വിമർശിക്കാനല്ല, ആരെയും ആക്ഷേപിക്കാനല്ല, ഒരു പ്രകടനപരമായ പ്രകടനവുമല്ല ഇത്. ഞങ്ങൾ പ്രകടനം ലക്ഷ്യമാക്കിയിട്ട് വന്നതല്ല. ഞങ്ങളുടെ ആവശ്യം ഇവിടുത്തെ മീഡിയകൾ ശ്രദ്ധിക്കണം, ഞങ്ങളുടെ ആവശ്യം ഇവിടുത്തെ ഭരണകൂടങ്ങൾ ശ്രദ്ധിക്കണം, ഞങ്ങളുടെ ആവശ്യം ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ അടുക്കലേക്ക് എത്തണം. അതുവേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ശബ്ദിക്കുന്നത്. അല്ലാഹു ഈ ശ്രമം, ഈ സദുദ്യമം സഫലമാക്കി തരുമാറാകട്ടെ. ഇതിനുവേണ്ടി ആരൊക്കെ എവിടെയും ആരോടും പക തീർക്കാനുമല്ല, അത് ഞങ്ങളുടെ മനസ്സിന്റെ ഒരു സമാധാനമാണ്.
അത് ഞങ്ങൾ ഉൾക്കൊള്ളേണ്ട ഒരു ലക്ഷ്യമാണ്, അത് ഞങ്ങളുടെ ആദർശമാണ്. ഞങ്ങളുടെ ആദർശമനുസരിച്ച് ജീവിക്കാൻ ഇന്ത്യ രാജ്യത്തെ പൗരന്മാരെന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് അനുവാദം വേണം. അതിന്റെ കടക്കൽ കത്തിവെക്കാൻ ഒരു ശക്തിയും മുന്നോട്ട് വരരുത്. അങ്ങനെ മുന്നോട്ട് വരുന്ന ശക്തികളെ പ്രതിഷേധിക്കാൻ, അവർക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ വിദ്യാസമ്പന്നർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് തെളിയിക്കുക കൂടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. എല്ലാ വകുപ്പിൽപ്പെട്ട ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അഡ്വക്കറ്റുമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, ജഡ്ജിമാരുണ്ട്, പിന്നെ ജനപ്രതിനിധികൾ MLA മാരുണ്ട്, MP മാരുണ്ട്. മാത്രമല്ല കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി പോലും മുമ്പ് ശ്രീമാൻ മഹാനായ ജനാബ് CH മുഹമ്മദ് കോയ സാഹിബ് ഇന്ത്യ രാജ്യത്ത് കേരളത്തിലാണ് ബഹുമാനപ്പെട്ട CH മുഹമ്മദ് കോയ സാഹിബ് ചീഫ് മിനിസ്റ്ററായി ഭരിച്ചിരുന്നത്. അങ്ങനത്തെ ആളുകൾക്ക് ഞങ്ങൾ കൂട്ടത്തിലുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടവെറുതിയ മൗലാന മുഹമ്മദ് അലി സാഹിബ്, മൗലാന ലിയാഖത്ത് അലി സാഹിബ്, മൗലാന ഷൗക്കത്ത് അലി എന്താണ് പറഞ്ഞത്? ഒന്നുകിൽ ബ്രിട്ടീഷുകാരൻ ജോർജ് അഞ്ചാമൻ, ചിലർക്കാത്ത സാമ്രാജ്യത്തിന് അധിപനായി വിലസിയിരുന്ന ജോർജ് അഞ്ചാമനോട് പറഞ്ഞു, മിസ്റ്റർ ജോർജ്, ഒന്നുകിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണം, അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര രാജ്യത്താറടി മണ്ണിലേക്ക് വേണം എന്ന് പറഞ്ഞ മഹാനായ മൗലാന മുഹമ്മദ് അലി സാഹിബിന്റെ പിൻഗാമികളാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഹനിക്കാൻ പാടില്ല. അറിയില്ലേ, ഇന്ത്യയുടെ ചരിത്രം എഴുതുമ്പോൾ, ഇന്ത്യയുടെ ചരിത്രം വായിക്കുമ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്ന ആർക്കും അറിയില്ലേ മൗലാന മുഹമ്മദ് അലി സാഹിബിന്, ലിയാഖത്ത് അലി സാഹിബിന്, ഷൗക്കത്ത് അലി സാഹിബിന് അറിയില്ലേ? ഇന്ത്യ രാജ്യത്തിനു വേണ്ടി ഇന്ത്യയോട് മറ്റൊരു രാഷ്ട്രം, അത് പാകിസ്ഥാനായാലും ശരി, പടവെറുതിയാൽ ഇന്ത്യക്കെതിരെ പടവെറുതുന്നത് സൗദി അറേബ്യയാണെങ്കിലും പോലും എന്റെ മകനെ, പട്ടാളത്തിലുള്ള എന്റെ മകനെ ഇന്ത്യക്ക് വേണ്ടി അണഞ്ഞെത്തുമെന്ന് പറഞ്ഞ മൗലാന കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മറക്കാൻ കഴിയുമോ? ഇന്ത്യ ഭരിക്കുന്നവർക്ക്, ഇന്ത്യൻ പാർലമെന്റിൽ MP ആയി വളരെ കാലം ഉണ്ടായിരുന്നവരില്ലേ? മഹാനായ ഹൈദരമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പറഞ്ഞത് എന്താ? ഇന്ത്യക്കെതിരെ പാകിസ്ഥാനല്ല, സൗദി അറേബ്യയാണ് പടവെറുന്നതെങ്കിൽ ഇന്ത്യൻ പട്ടാളക്കാരുടെ കൂട്ടത്തിൽ മുന്നണിയിൽ എന്റെ പ്രിയപ്പെട്ട മകനെ ഞാൻ നിർത്തുമെന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ഹൈദരമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ അണിയാണിത്. ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി സാഹിബിന്റെ അണിയാണിത്. പോരാ, മഹാനായ വരക്കല്ലുമുള്ള കോയത്തങ്ങൾ, സമാനന്റെ കുതുബായിരുന്ന മഹാനായ വരക്കല്ലുമുള്ള കോയത്തങ്ങൾ, അല്ലാഹുവേ, നിന്റെ പരിശുദ്ധ ദീൻ നിലനിർത്താൻ വേണ്ടി ഞങ്ങളൊരു സംഘടന ഉണ്ടാക്കിയിരിക്കുന്നു. പഠിച്ചവനെ, ഇത് നീ കബൂലാക്കണമേ അല്ലാ. ഇത് മരണം, ഇത് ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തണേ റഹ്മാനെ. ഇതിന്റെ സാരഥ്യം ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു വരുമ്പോ ഈ സമസ്തയുടെ സാരിത്വം മഹാനവരുടെ കയ്യിലേൽപ്പിക്കുന്നത് വരെ നിലനിർത്തിത്തണേ എന്ന് കണ്ണീരൊഴുക്കി മഹാനായ വരക്കലുമുള്ള കോട്ടങ്ങൾ ദുആ ചെയ്തുണ്ടാക്കിയ സംഘടനയാണിത്. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ലോകം കണ്ട പണ്ഡിത പ്രതിഭകളിൽ പ്രമുഖനായിരുന്ന ആലിമുൽ ആലം, വിശ്വപണ്ഡിതൻ, മഹാനായ ശൈഖുന ശംസുൽ ഉലമയുടെ അണിയാണിത്. ശംസുൽ ഉലമയുടെ പിൻഗാമികളാണ്. ഇന്ത്യ രാജ്യത്ത് ക്രിസ്ത്യൻ മിഷനറി ഇസ്ലാമിനെ, മുസ്ലിമീങ്ങളെ ക്രിസ്ത്യവൽക്കരിക്കാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ സുരിയാനി ഭാഷയിലുള്ള ഇംഗ്ലീഷ് വായിച്ചു കൊടുത്തുകൊണ്ട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണപ്പെട്ട ശേഷം ഉയർത്തെഴുന്നേറ്റ കഥ എങ്ങനെയാണ് ബൈബിളിൽ വന്നത്? ഇത് അല്ലാഹു ഈസാ നബി അലൈഹിസ്സലാമിന് ഇറക്കിയ ബൈബിളാണെന്ന് പറയാൻ ചങ്ങൂറ്റമുള്ള ക്രിസ്ത്യാനി ഉണ്ടോ, പുരോഹിതനുണ്ടോ, ഫാദർമാരുണ്ടോ എന്ന് ചോദിച്ചു മഹാനായ ശംസുൽ ഉലമ. അങ്ങനെയാണ്, അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു ഇറക്കിയ ബൈബിൾ അത് ഇതല്ല എന്ന് സമ്മതിക്കേണ്ടി വന്നു. വത്തിക്കാനിൽ മാർപ്പാപ്പ, വത്തിക്കാൻ സിറ്റിയിലെ മാർപ്പാപ്പ പറഞ്ഞു, ആ പണ്ഡിതൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളവിടെ മതമാറ്റ മിഷണറി പ്രവർത്തനം വേണ്ട, അവിടെ യാതൊരു ശുശ്രൂഷ, ആരോഗ്യ പരിപാലനമൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് വത്തിക്കാൻ സിറ്റിയിൽ വന്ന റിപ്പോർട്ട് മുസ്ലിമായി വന്ന ക്രിസ്ത്യൻ ഫാദർമാർ ശൈഖുനയുടെ മുമ്പിൽ വന്ന് പറഞ്ഞതാണ്. ഞാൻ കിട്ടുന്നില്ല. ബഹുമാനപ്പെട്ട
നമ്മുടെ ഈ മഹനീയ റാലിയുടെ ലക്ഷ്യം ശരീഅത്ത് സംരക്ഷണമാണ്. എല്ലാവർക്കും അറിയാലോ, അതിന്റെ മുദ്രാവാക്യങ്ങളാണ് നാം കേട്ടത്. ഈ മഹനീയ സദസ്സ് അല്ലാഹു വിജയമാക്കി തന്നിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. എല്ലാവരും അൽഹംദുലില്ലാഹ് പറയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ ശബ്ദം ലോകം കേട്ടിരിക്കുന്നു. ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്, ഇവിടെ മഹാന്മാരായ നേതാക്കൾ, ഇവിടെ അധ്യക്ഷ പ്രസംഗം നടത്തുന്ന ബഹുമഹാനായ നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മഹാനായ വൈസ് പ്രസിഡന്റ് ശൈഖുന ഇ.കെ. മുഹമ്മദ് മുസ്ലിയാർ ഖാദി അവറുകളാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ. ഈ യോഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് സമസ്ത കേന്ദ്ര കമ്മിറ്റി അംഗവും ജില്ലാ കാര്യദർശിയും മുഖ്യ കാര്യദർശിയും മലബാർ സ്ഥാപനങ്ങളുടെ സാരഥിയുമായ മഹാനായ യു.എം. അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവറുകളാണ്. ഈ മഹനീയ റാലി അഭിസംബോധന ചെയ്തുകൊണ്ട് ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കുന്നത്. ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് എം.എ. ഖാസിം മുസ്ലിയാർ, അബ്ദുസമദ് പൂക്കോട്ട്. ഈ യോഗത്തിൽ സംബന്ധിക്കുന്നത് ഈ വേദിയുള്ള മഹാന്മാരായ സാദാത്തുക്കൾ, എം.എസ്. തങ്ങൾ, പൂക്കോയത്തങ്ങൾ, എസ്.ഒ.എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ്, സംയുക്തമായത് കാഞ്ഞങ്ങാട് സംയുക്തമായത് പ്രസിഡന്റ്, സമസ്ത കേരള നമ്മുടെ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ഉമറാക്കളിൽ പ്രമുഖനായ മട്ടൂർ മുഹമ്മദ് ഹാജി സാഹിബ്, അതുപോലെ ഉമറാക്കളുടെ കൂട്ടത്തിൽ മാതൃകയായ ഖത്തർ ഇബ്രാഹിം ഹാജി സാഹിബ്, അഭിമന്യരായ സയ്യിദ് നജ്മുദ്ദീൻ തങ്ങൾ. നജ്മുദ്ദീൻ തങ്ങളെ ഇപ്പോൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ ബഹുമാനപ്പെട്ട തങ്ങളെ പരിചയപ്പെട്ടുകൊണ്ട് മഹാനായ തങ്ങളാണ്. പിന്നീട് നമ്മുടെ എല്ലാ പരിപാടികളിലും പ്രാർത്ഥന കൊണ്ടും ആശംസകൾ കൊണ്ടും സാന്നിധ്യം കൊണ്ടും എപ്പോഴും ധന്യമാക്കി തരുന്ന നമ്മുടെ ഏറ്റവും സുപരിചിതനായ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നംകൈ, ബഹുമാനപ്പെട്ട സയ്യിദ് ഹാദി തങ്ങൾ മുതലാൽ നമ്മുടെ കാസർഗോഡിന്റെ പ്രഗത്ഭനായ പ്രശസ്തനായ എം.എൽ.എ. എൻ.എ. നെല്ലിക്കുൻ സാഹിബ്, അതുപോലെ ഈ വേദിയിൽ നമ്മുടെ പ്രമുഖ വ്യക്തിത്വമായ വളരെ കാലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കാസർഗോഡ് ജില്ലയുടെ പ്രധാന ശാഖയിൽപ്പെട്ട ഈ വേദിയെ ധന്യമാക്കിയ ബഹുമാനപ്പെട്ട സർക്കാർ അഹമ്മദ് മുസ്ലിയാർ, ഗൾഫിൽ നമ്മുടെ ശബ്ദവും പ്രതിനിധിയുമായ ബഹുമാനപ്പെട്ട ചെങ്കള അബ്ദുള്ള ഫൈസി, അബ്ദുള്ള കുഞ്ഞി ചെർക്കള, ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഫൈസി ജഡിയാർ, SK/SSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം ഫൈസി ജഡിയാർ, അഷ്റഫ് എടനിയർ, ടി അഹമ്മദ് കബീർ സാഹിബ്, ഇബ്രാഹിം മുസ്ലിയാർ കങ്ങാട്, വസ്ഫോജന മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി PS ഇബ്രാഹിം ഫൈസി, ഹാരിഫ് ദാരിമി SK/SSF സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹാരിസ് ദാരിമി, SK/SSF കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി ഹാരിസ് ദാരിമി, പ്രസിഡന്റ് ബഹുമാനിയായ താജുദ്ദീൻ ദാരിമി സാഹിബ്, നമ്മുടെ എല്ലാ വേദികളുടെയും ഒരു പ്രധാനമായ അബ്ദുറഹ്മാൻ മാസ്റ്റർ കുന്നുങ്കൈ, പ്രഗത്ഭ പണ്ഡിതൻ സിദ്ദീഖ് നദവി, ബഹുമാനപ്പെട്ട നമ്മുടെ ഉമറാക്കളിൽ പ്രമുഖനായ SP സലാഹുദ്ദീൻ സാഹിബ്, പ്രഭാഷണ രംഗത്തെ വെള്ളി നക്ഷത്രം, ശരീഅത്തും സാംസ്കാരിക രംഗങ്ങളിലും രാഷ്ട്രീയ രംഗങ്ങളിലും നിറസാന്നിധ്യമായ ജനാബ് ബഷീർ സാഹിബ് വെള്ളിക്കോട്ട്, നമ്മുടെ വേദിയിലേക്ക് ഇപ്പോൾ കടന്നു വന്ന മഞ്ചേശ്വരത്തിന്റെ പ്രഗത്ഭനായ MLA ജനാബ് PB അബ്ദുൾ റസാഖ് സാഹിബ് അവർകൾ, എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മൾ ചെയ്തതിൽ ഒന്നും ഇഖ്ലാസില്ലാത്ത ഒരു കർമ്മവും ഇല്ലാതെ എല്ലാം
ഇഖ്ലാസ് മാത്രമുള്ളതാക്കി അള്ളാഹു കബൂൽ ചെയ്ത് തരുമാറാവട്ടെ. ഇജാബത്തിൽ ഒരു മജ്ലിസായി ഈ മജ്ലിസിനെ അള്ളാഹു അംഗീകരിക്കട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ സമസ്ത പണ്ഡിതന്മാർ, നേതാക്കൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ SM സുന്നി മഹല്ല് ഫെഡറേഷന്റെ നേതാക്കൾ, പ്രവർത്തകർ, SYS സുന്നി യുവജന സംഘത്തിന്റെ നേതാക്കൾ, പ്രവർത്തകർ, SKSF സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ നേതാക്കൾ, പ്രവർത്തകർ, SKSBV സമസ്ത കേരള സുന്നി ബാലവേദിയുടെ നേതാക്കൾ, പ്രവർത്തകർ, മഹല്ല് ജമാഅത്തിന്റെ അംഗങ്ങൾ, സാരഥികൾ, എല്ലാ സഹായികളും സഹകാരികളും, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇവിടെ വല്ല സഹോദരന്മാരും കേൾക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ മഹനീയ സദസ്സിന്റെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ആ പ്രാർത്ഥനയുടെ ഫലം നമ്മൾ മരിക്കുന്നതുവരെയും ഖിയാമത്ത് നാൾ വരെയും നിലനിർത്തി നമ്മൾക്ക് കാണിച്ചു തരുമാറാകട്ടെ. ആമീൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് എല്ലാവരും വിനീതനായ പാവത്തിന് വേണ്ടി ദുആ ചെയ്യണം. വല്ലതും സമയം പോയോ എന്തെങ്കിലും പറഞ്ഞതിൽ ആരെ സംബന്ധിച്ചെങ്കിലും പറഞ്ഞതിൽ വല്ല കുറവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ മഹാന്മാരായ നമ്മുടെ പ്രവർത്തകർ, പോലീസുകാർ വളരെ സന്തോഷത്തോടെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അവർക്ക് കൂടി എല്ലാ അംഗങ്ങൾക്കും ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ പേർക്കും, മീഡിയ വിഭാഗത്തിനും പത്ര പ്രവർത്തകർക്കും എല്ലാവർക്കും സുഖം ആശംസിച്ചുകൊണ്ട് അല്ലാഹു നമ്മുടെ രാജ്യത്തെ ഐക്യത്തിലും നമ്മുടെ പ്രവിശാലമായ ഭാരത രാജ്യത്തെ ഐക്യത്തിലും സന്തോഷത്തിലും റാഹത്തിലുമാക്കി നിലനിർത്തി തരട്ടെ. ചിദ്ദർശക്തികൾ അല്ലാഹു പരാജയപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അധ്യക്ഷ ഭാഷണത്തിന് സമസ്ത വൈസ് പ്രസിഡന്റ് UK മുഹമ്മദ് മുസ്ലിമിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രത്യേക അറിയിപ്പ്: നമ്മുടെ സ്റ്റേജിന്റെ വലതുവശത്തുള്ള പ്രവർത്തകർ ബ്ലോക്ക് ചെയ്യാത്ത രൂപത്തിൽ അവിടുന്ന് മാറി നിൽക്കണമെന്ന് പരമാവധി ഞങ്ങളുമായി സഹകരിക്കണമെന്നറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولله العزة ولرسوله وللمؤمنين ولكن المنافقين لا يعلمون. ബഹുമാനമുള്ള സാദാത്തുകളെ, പണ്ഡിതന്മാരെ, നാട്ടിന്റെ ഉമറാക്കളെ, ഉലമാക്കളെ, വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ ഇജ്ജത്തോടെ ഈ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ സ്വർഗത്തിൽ അല്ലാഹു നമ്മളെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും നമ്മളെ ഉസ്താദന്മാരും ശൈഖന്മാരും മാതാപിതാക്കൾ എല്ലാവരെയും അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. കൂടുതൽ സംസാരിക്കാനുള്ള സമയമില്ല. ആകെ കാമണിക്കൂറേ ഉള്ളൂ. ബഹുമാനപ്പെട്ട സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ ഉദ്ഘാടന പ്രസംഗമുണ്ട്, ശേഷം ഒരു പ്രസംഗമുണ്ട്. ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷം ബഹുമാനപ്പെട്ട നമ്മളെല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പൂക്കോട്ടിലിരുന്നാണ് നല്ലതായ പ്രസംഗങ്ങളുമുണ്ട്. അതെല്ലാം കേട്ടിരിക്കാനുള്ള തൗഫീഖ് നമുക്ക് അല്ലാഹു ചെയ്തു തരുമാറാവട്ടെ. അല്ലാഹു തആല നമ്മളെ ഇജ്ജത്തിലാക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇതേപോലെ തന്നെ തീരെ ശരീഅത്തിന് എതിരായിട്ട് ആര് തന്നെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും തന്റേടത്തോടുകൂടി ലാഹിദിയായ രൂപത്തിൽ പ്രത്യക്ഷമായിട്ട് ഞങ്ങൾക്ക് പരിപൂർണ്ണ എതിരുണ്ട് എന്നുള്ളത് പ്രഖ്യാപിക്കാനും കാണിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ചെയ്തു തരുമാറാവട്ടെ. അല്ലാഹു നമ്മളെ ഇജ്ജത്തിലാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവരുകളെ ഞാൻ ഇതിന്റെ ഉദ്ഘാടന പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SISന്റെ സംസ്ഥാന സെക്രട്ടറി നമ്മുടെ പ്രഭാഷകൻ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ നമ്മുടെ പരിപാടിക്ക് എത്തിയിട്ടുണ്ട്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മഹാനായ ശൈഖുന UM ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിൽ ഫായിസീന ബില്ലാഹി മാ തൗഫീഖ ഇല്ലാ ബില്ലാഹ്.
ബഹുമാനമുള്ള അധ്യക്ഷൻ മുഹമ്മദ് മുസ്ലിയാർ, മറ്റുള്ള സാദാത്തുകളെ, നേതാക്കളെ, സഹപ്രവർത്തകരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ യോഗം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്, ദിവസം കുറവാണെങ്കിലും പ്രചരണം കുറവാണെങ്കിലും വളരെ ഭംഗിയായ നിലക്കുള്ള ഒരു റാലിയും ഒരു പൊതുയോഗവും നടത്താൻ അല്ലാഹു നമുക്ക് അനുഗ്രഹിച്ചു. അൽഹംദുലില്ലാഹ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട കാഞ്ഞങ്ങാട് കാലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധ്യമല്ലാത്തത് കൊണ്ട് അത് നിർവഹിക്കണമെന്ന് എന്നെ വിളിച്ചു പറയുകയും അത് ഞാൻ ഏൽക്കുകയും ചെയ്തു. പക്ഷേ തലങ്ങാടിയിൽ നിന്ന് പ്രകടനത്തിൽ അല്പം നടന്നപ്പോൾ എന്റെ ആരോഗ്യം അനുകൂലമല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു കടയിൽ കയറിയിരുന്നു. അതുകൊണ്ട് പ്രകടനം മുഴുവനും കാണാൻ സാധിച്ചു എന്ന് മാത്രമല്ല, ഈ ട്രാഫിക് പോലീസും മിലിറ്ററിയും കൂടി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിവിടെ ഏതെല്ലാം ഒരു വഴിയേക്ക് എന്റെ കാറ് വിട്ടിട്ട് വേറെ കാറിൽ കൂടി വന്നതാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതലായി ജനങ്ങളെ സംബന്ധിക്കുകയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും നമുക്ക് അനുകൂലമായ ഒരു ചുറ്റുപാടാണ് ലഭിച്ചത്. MG റോഡിൽ കൂടിയിട്ട് ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ വലിയ പ്രകടനം വന്നിട്ടൊന്നുമില്ല. അതിന് ചേറ്റുമ്പോൾ അനുകൂലമായ ഘടകമാണ്. നാമിത് ഈ ശക്തി ഈ ലോകത്തിന് മുമ്പിൽ എന്തിനു വേണ്ടി അവതരിപ്പിക്കുന്നു? ഇവിടെ ഏകസ്യവിൽ കൂടി എന്നുള്ള വാള് നമ്മുടെ തലന്റെ മേൽഭാഗത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ശരീരത്തെ എന്ന് പറയുന്നത് ഒരു മനുഷ്യാനിർമ്മിതമായ വസ്തുവല്ല. രാജാതിരാജനായ അല്ലാഹു 23 കൊല്ലത്തിന്റെ ഇടയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിച്ച നിയമമാണ്, ഭരണഘടനയാണ്. അത് നബിന്റെ അവസാനത്തെ നബിന്റെ ഹജ്ജത്തുൽ വദാഇൽ റബ്ബ് തആല പ്രഖ്യാപനം ചെയ്തു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും. നബിയെ തങ്ങളുടെ ദീനം ഞാൻ പരിപൂർണമാക്കി തന്നു. ഇസ്ലാം ഒരു അംഗീകൃത ഒരു ദീനായി നൽകിയിരിക്കുന്നു. ഇത് ഖിയാമത്ത് നാൾ വരെ ഇതിൽ ഒരു ഭേദഗതി അല്ലെങ്കിൽ നിയമം മാറ്റൽ അല്ലെങ്കിൽ ചേർക്കൽ ലോകത്താർക്കും അത് അനുവദിക്കപ്പെടുന്നില്ല എന്നുള്ള പ്രഖ്യാപനമാണ് 60 ദിവസത്തിലുണ്ടായത്. അതുകൊണ്ട് തന്നെ നബിന്റെ ഉമ്മത്തുകളായ നമുക്ക്, മോഹിനികൾക്ക്, വിശ്വാസികൾക്ക് നമ്മുടെ മതത്തിന്റെ നിയമത്തിൽ ആര് കൈവച്ചാലും ഞങ്ങളുടെ ശരീരത്തെക്കാൾ നിങ്ങൾ കൂടുതൽ ആശ്രയിക്കുന്ന ദീനിനെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ സന്നദ്ധരാണ് എന്ന് വിളിച്ചു പറയുന്ന ഒരു പ്രകടനമാണ് നാം ഇപ്പോൾ നടത്തിയത്. കാരണം ഈ മതേതര രാഷ്ട്രത്തിൽ, ഇന്ത്യ എന്നുള്ള ഈ നാട്ടിൽ എല്ലാ മതക്കാർക്കും അവരുടെ മതമനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നൽകിയ ഒരു ചുറ്റുപാട് ഏകീകൃത ഇസ്ലാമിൽ കോഡ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പത്തിൽ സാധിക്കണ ഒരു കാര്യമല്ലെങ്കിലും ഇന്നത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭൂരിപക്ഷവും അവരാരെയും ബലവെക്കാതെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മുന്നേറ്റം കാണുമ്പോൾ ശക്തമായ നേരത്തെ താക്കീത് കൊടുക്കൽ നമുക്ക് നിർബന്ധമാണ്. അതിന്റെ പേരാണ് കേരളത്തിന്റെ അകത്തും പുറത്തും സമസ്തയും അതിന് കീഴ്കടങ്ങളും പ്രതിഷേധ റാലികളും സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകീകൃത സിവിൽ കോഡ് എന്ത്, അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന കോളങ്ങളുണ്ട്, എന്തിനു വേണ്ടി എതിർക്കണം, അത് അതിലേക്ക് ഞാൻ ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. അതിൽ പാണ്ഡിത്യമുള്ള പഠിച്ച് പ്രസംഗിക്കുന്ന അബ്ദുസമദ് പൂക്കോട്ടൂർ സാഹിബ് ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്ന ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിന്റെ ഉടനെ അദ്ദേഹത്തിന്റെ ആവേശം കൊള്ളിക്കുന്ന ഒരു പ്രസംഗം നടക്കാനിരിക്കും. എന്റെ നിസ്കാരം, എന്റെ മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളും, എന്റെ ജീവിതവും എന്റെ മരണവും നിന്റെ പരിശുദ്ധിക്കണം. അശ്രമസ്കാരത്തിൽ അത് നമ്മൾ പറഞ്ഞിട്ട് മഗ്‌രിബാകുമ്പോൾ ഏകീകൃത സിവിൽ കോഡ് തിരക്കേറില്ല എന്ന് പറയാൻ ഒരു മൂലയും സാധ്യമല്ല കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഹിന്ദുത്വമുള്ള താക്കീതാണ്. ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ മതമനുസരിച്ചുകൊണ്ട് ജീവിക്കണം. മതത്തിന്റെ അടിമയായിക്കൊണ്ട് ഞങ്ങൾ മരിക്കണം.
അതുവരേക്കും ഞങ്ങൾക്ക് ഏക സിവിൽ കോഡിന് ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള ഉച്ചത്തിലുള്ളതായ പ്രഖ്യാപനമാണ് കാസർഗോഡ് ജില്ലാ സമസ്തയുടെ അനുയായികൾ ഈ ടിവിയിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടുവന്നത്. റഹ്മുറാഹിമീന തമ്പുരാൻ ആ ദീനിനെ ശക്തിയായി പിടിച്ച് ദീനിന്റെ എതിർ വരുന്ന സർവശക്തികളെയും ആട്ടി തകർത്തി പരാജയപ്പെടുത്തി മുന്നോട്ട് പോയി പരിപൂർണമായ ഇസ്ലാമിൽ ജീവിച്ച് ഇമാനോടുകൂടി നിൽക്കുന്ന സൽജനം കൊടുത്താൽ നാം എല്ലാവരും പെടുത്തുന്നവരാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളോട് ഈ ജില്ലയുടെ സമസ്തന്റെ ജനറൽ സെക്രട്ടറി നിലയ്ക്ക് കടപ്പാടുണ്ട്. നമ്മുടെ കണക്കെല്ലാം തെറ്റിച്ചിട്ട് നിങ്ങൾ ആവശ്യത്തോടുകൂടി ഇവിടെ ഈ സമ്മേളനത്തിൽ നിന്നു പ്രകടനം വിജയിപ്പിച്ചു. നിങ്ങൾ ഈ സമസാഹിബിന്റെ പ്രസംഗത്തിന്റെ അവസാനം വരേക്കും നിങ്ങൾ കാത്തിരുന്ന് കേട്ട് അതിന്റെ നേട്ടക്കോട്ടങ്ങൾ മനസ്സിലാക്കി ഓരോ മൂവിനോടും ഓരോ മൂവിനോത്തിനോടും ഏത് സിവിൽ കോഡ് വന്നാൽ നമുക്കുണ്ടാകുന്ന വിപത്തി എന്നതാണ് നിങ്ങൾ വിളിച്ചു കൊടുത്ത ഈ നമ്മുടെ ദീനിന്റെ തനതായ രൂപത്തെ ഖിയാമത്ത് നാൾ വരെ ഇമാം മഹ്ദി തങ്ങൾ വരുന്നത് വരെ നിലനിർത്താനുള്ളതായ തൗഫീഖ് റബ്ബ് നമുക്ക് നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇസ്ലാം എന്നുള്ള തിരുവാക്ക് ധരിച്ച് മഹത്തായ പരിപാടി ഉൾക്കാൻ സുഖ അർപ്പിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട എം എ കാസിം ഉസ്താദിനെ എന്താ ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ വരുന്നവിടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവാദരണീയരായ ഉലമാക്കളെ, സാദാത്തുക്കളെ, നേതാക്കളെ, നാം എല്ലാവരും വളരെ ആഘോഷത്തോടുകൂടി ഇവിടെ വന്നു ചേർന്നിരിക്കുകയാണ്. നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത് പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ ഇവിടെ ഏക സിവിൽ കോഡ് അനുവദിച്ചതാണ്. ഏക സിവിൽ കോഡ് വേണ്ട എന്ന് തീരുമാനിച്ചതാണ്. ഓരോ മതക്കാർക്കും അവരവരുടെ മതമനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും അത് തന്നെ ഇവിടെ നിലവിൽ വരികയും ചെയ്തിരിക്കുകയാണ്. പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കുറെ കാലം ഇവിടെ ഭരിച്ചിരിക്കുകയാണ്. അന്നും ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ രൂപത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു രൂപത്തിലേക്ക് വന്നിരുന്നില്ല. അതിന്റെയും ശേഷം നമ്മുടെ BJP ഗവൺമെന്റ് തന്നെ ബഹുമാനപ്പെട്ട അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രധാനമന്ത്രിയായിട്ട് കുറെ കാലം ഭരണം നടന്നിരുന്നു. അന്നും ഈ രൂപത്തിൽ നമുക്ക് പ്രതിഷേധിക്കേണ്ട ആവശ്യം വന്നിരുന്നില്ല. കാരണം അന്നൊക്കെ ഈ ചർച്ച ഇങ്ങനെയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് പേടിയുണ്ട്. ഈ രൂപത്തിൽ എന്തെങ്കിലും ചെയ്തു കളഞ്ഞാലോ എന്നുള്ള ആ തോന്നൽ വളരെ ശക്തിയാണ്. കാരണം ആരും ചിന്തിക്കാതെ തന്നെ സാധാരണ ആൾക്കാർ തീരെ മനസ്സിലാക്കാത്ത രൂപത്തിൽ തന്നെ പെട്ടെന്ന് ഒരു രാത്രിയിലാണ് പ്രഖ്യാപനമുണ്ടായത്. ഇവിടെയുള്ള കറൻസികൾ മുഴുവൻ പിൻവലിച്ചുകൊണ്ട് അതൊക്കെ അസാധുവാക്കിക്കൊണ്ട് അങ്ങനെയുള്ള രൂപങ്ങളിൽ തീരുമാനമെടുക്കുകയും യഥാർത്ഥത്തിൽ എന്താണ് അവിടെ വേണ്ടത് എന്നുള്ളത് കറൻസികൾ ഒരുപക്ഷെ പിൻവലിച്ചതിൽ എന്തെങ്കിലും നേട്ടവും ഗുണവും ഗവൺമെന്റിനോ നാട്ടിന്റെ ലോകത്തിനോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേ അവസരത്തിൽ അതേത് രൂപത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള യാതൊരു മുൻ തീരുമാനവും ഇല്ലാത്ത രൂപത്തിലാണ് വന്നത്. അതുകൊണ്ടാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് വളരെയേറെ ഭ്രമിക്കേണ്ടി വന്നിരിക്കുകയാണ് ഈ അവസരത്തിൽ എന്ന് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. നാം എല്ലാവരും അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഗവൺമെന്റിന്റെ പ്രവർത്തനം ഭരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഈ ഏക സിവിൽ കോഡ് തന്നെ വേണമെന്ന് ഒരു രാത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞാലോ എന്നുള്ള യഥാർത്ഥത്തിലുള്ള പേടിയുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള എല്ലാ മനുഷ്യന്മാരും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇങ്ങനെയുള്ളൊരു തീരുമാനം ഇന്ന് ഈ മീറ്റിംഗ് ചേരുന്നതിന് തീരുമാനിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നേരത്തെ തന്നെ ഇവിടെയുള്ള SKSSF ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതാണ്. പക്ഷേ SKSSFന്റെ ആ തീരുമാനത്തെ മാറ്റിക്കൊണ്ട് ബഹുമാനപ്പെട്ട
സമസ്ത തീരുമാനിക്കുകയും അത് അവർ പരിപൂർണമായി അനുസരിക്കുകയും ആ രൂപത്തിൽ ഇങ്ങനെ ഒരു യോഗം വരികയും ചെയ്തു എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഒരു പ്രചരണവും ഇവിടെ ഉണ്ടായിരുന്നില്ല. വേണ്ട യാതൊരു രൂപവും ഉണ്ടായിരുന്നില്ല. സാധാരണ ഒരു സമ്മേളനത്തിന് ഇങ്ങനെ ഒരു സമ്മേളനത്തിന് എത്ര കാലം പ്രചരിപ്പിക്കണം എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചു നോക്ക്. ഏതെല്ലാം രൂപത്തിലുള്ള പ്രചരണങ്ങൾ ആവശ്യമായിരിക്കും എന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ. കാരണം എന്ത്? ഇന്ന് ആള് കൂടാൻ എല്ലാവരുടെയും ആവശ്യമാണ്, എല്ലാവരുടെയും ചിന്തയാണ്, എല്ലാവരുടെയും ആ ഉറച്ച തീരുമാനവുമാണ്. നമുക്ക് ഏക സിവിൽ കോഡ് ആവശ്യമില്ല, ഒരിക്കലും വേണ്ട. മുസ്ലിമിന് മുസ്ലിമായി ജീവിക്കണം, ഹിന്ദുവിന് ഹിന്ദുവായി ജീവിക്കണം, ക്രിസ്ത്യന് ക്രിസ്ത്യനായി ജീവിക്കണം. അതാണ് ഇവിടെയുള്ള ആവശ്യം. ആ രൂപത്തിലുള്ള ജീവിതമാണ് ഈ കാലം അത്രയും നടന്നത്. എന്നൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ലല്ലോ. ഇത്രയെല്ലാം കാലം ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ട് കൊല്ലങ്ങൾ എത്രയായി? ഈ കാലം വരക്കും ആ രൂപത്തിൽ ജീവിച്ചിട്ട് ഇവിടെ എന്ത് തകരാറാണ് ഉണ്ടായിട്ടുള്ളത്, എന്ത് ദോഷമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതൊന്ന് ആലോചിക്കാൻ കഴിയുമല്ലോ. അതിനു മുമ്പും ഇവിടെ ബ്രിട്ടീഷിന്റെ ഭരണം നടന്ന ആ കാലഘട്ടത്തിലും മുസ്ലിമീങ്ങൾക്ക് അവരുടെ സ്വാതന്ത്ര്യം അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള നിയമമുണ്ടല്ലോ. ക്രിസ്ത്യന്മാർക്ക് അവരുടെ തീരുമാനം അനുസരിച്ചുകൊണ്ടുള്ള നിയമം ഉണ്ടല്ലോ. അവിടെയൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ഉറച്ച കാര്യമാണല്ലോ. മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാവരും ചേർന്നുകൊണ്ട് തന്നെയല്ലേ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തത്, പോരാടിയത്, എന്നിട്ട് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത്. ആ സമയത്തും ഇവിടെ സിവിൽ കോഡുകൾ ഓരോരുത്തർക്കും വേറെ വേറെ വന്ന ആ കാലം നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. പക്ഷെ അന്നൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത അവസ്ഥ. ഇപ്പോൾ ഈ പുതിയ ഗവൺമെന്റ് എന്താണ് ഈ കാണുന്നത്, എന്ത് വിചാരിച്ചിട്ടാണ് ഈ ചെയ്യുന്നത് എന്നുള്ള ആ രൂപം ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ആശങ്കകൾ തോന്നിപ്പോകുന്നത്. ഏതോ വർഗീയ ശക്തികളുടെയോ ഏതെങ്കിലുമോ വേണ്ടാത്ത ചിന്തകളുടെയോ ഭാവകം മാത്രമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഇത് മുസ്ലിമീങ്ങളായ ഞങ്ങൾ അനുവദിക്കില്ല. യഥാർത്ഥത്തിൽ ഇവിടെയുള്ള പോലീസുകാരും അതുപോലെ തന്നെ ഭരണകൂടവും ബാക്കിയുള്ള എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്, ഒരു പ്രധാനപ്പെട്ട പ്രചരണമോ മറ്റോ ഒന്നുമില്ലാതെ എല്ലാവരും പാഞ്ഞു വന്ന് ചേർന്നിരിക്കുകയാണ്. ഈ സമ്മേളനത്തിലേക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താണ് എല്ലാവരുടെയും ആവശ്യം? ഇവിടെ ഏക സിവിൽ കോഡ് വേണ്ട, ഒരിക്കലും അത് ആവശ്യമില്ല, അത് വരേണ്ടതല്ല എന്നുള്ള ആ ഉറച്ച വിശ്വാസം. അതുകൊണ്ടാണ് നാം എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മുടെ മഹാന്മാരായ നേതാക്കളെ, ബഹുമാനപ്പെട്ട തങ്ങന്മാര്, ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര്, അതുപോലെ തന്നെ സമുദായത്തിന്റെ എല്ലാവിധ നേതാക്കളും ഇവിടെ വന്നു ചേർന്നിരിക്കുകയാണ്. പോലെ എല്ലാവരുടെയും ആ പ്രതിഷേധം മനസ്സിലാക്കുക, എന്നിട്ട് ഇങ്ങനെയുള്ള തീരുമാനങ്ങളിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറുക. ഒരിക്കലും ഇത് ചെയ്യരുത്. ഇത് മുസ്ലിമീങ്ങളോട് ചെയ്യുന്ന ക്രൂരതയാണ് എന്ന് മനസ്സിലാക്കണം. ഏത് മുസ്ലിമീങ്ങളോട് മാത്രമല്ല, അവരവരുടെ മതത്തിന്റെ ആചാരമനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഏത് വിഭാഗത്തോടും ചെയ്യുന്ന ക്രൂരതയാണ്. മുസ്ലിമീങ്ങൾക്ക് എപ്പോഴും മാറ്റാൻ വേണ്ടി പറ്റിയതല്ല ദീനത, അള്ളാഹുവിന്റെ ദീനാണ്, പടച്ചവന്റെ ദീനാണ്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന് മാറ്റമുണ്ടാക്കാൻ വേണ്ടി മുഹമ്മദ് നബി തന്നെ പ്രഖ്യാപിക്കണം എന്നല്ലാതെ മറ്റൊരാളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല അത്. ഒരിക്കലും അത് മാറ്റാൻ വേണ്ടി പറ്റില്ല. അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി എന്നത് ഖുർആനാണ്. അത് വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് ഒരിക്കലും മാറാൻ വേണ്ടി കഴിയില്ല. ഞങ്ങൾക്ക് കഴിയാത്തത് കൊണ്ട് തന്നെ പറയുന്നതാണ്. ഒരിക്കലും മാറാൻ വേണ്ടി കഴിയില്ല. മാത്രമല്ല, അത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അടിത്തറയുമാണ്. ആ വിശ്വാസത്തിലേക്ക് മറ്റൊരാളെ കൈവെക്കേണ്ട ആവശ്യവുമില്ല. ഒരിക്കലും അവനവന്റെ വിശ്വാസത്തോടുകൂടി ജീവിക്കാൻ അനുവദിക്കുക. ഈ കാലമുള്ളതുപോലെ തന്നെ ഞങ്ങളുടെ മൗലിക അവകാശമാണത്. അതിലേക്ക് ആര് കൈകടത്തുന്നതും ഇൻഷാ അല്ലാഹ് കഴിവിന്റെ പരമാവധി എതിർക്കും എന്നുള്ളത് ഉറപ്പാണ്. ആ രൂപത്തിലാണ് മുസ്ലിമീങ്ങൾ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനത്തെ വിജയിപ്പിച്ചു തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ സംസാരത്തെ നിന്ന് അവസാനം വിരമിക്കുകയാണ്. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജനപ്രതിനിധികളടക്കമുള്ള ആളുകൾ പ്രസംഗിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് പൂക്കോട്ടൂർ സാഹിബിന്റെ പ്രസംഗവും നമ്മുടെ ജനപ്രതിനിധികളുടെ പ്രസംഗവും മഗ്‌രിബ് നിസ്കാരാനന്തരം തുടരുന്നതായിരിക്കും. മുഴുവൻ ആളുകളും മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഈ വേദിയിലേക്ക് വന്നു ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിസ്കാരത്തിന് വേണ്ടി തൽക്കാലം നമുക്ക് പിരിയാം.